ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരിലും നന്മ മാത്രം കാണുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഉപവാസ ദിവസം ഭക്ഷണശാലയിൽ ഇരുന്ന് അദ്ദേഹം വെള്ളം കുടിക്കുകയായിരുന്നു. തൊട്ടടുത്തിരുന്ന് ഒരു യുവ സന്യാസി ആഹാരം കഴിക്കുന്ന അദ്ദേഹം കണ്ടു. ഞാൻ കഴിക്കുന്നതുകൊണ്ട് താങ്കൾക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? യുവാവ് ചോദിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്ന് ഉപവാസ ദിനമാണെന്ന് താങ്കൾ മറന്നു കാണുമല്ലേ? സന്യാസി ചോദിച്ചു. ഇല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓ, എങ്കിൽ ആരോഗ്യ പ്രശ്നം മൂലം ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും അല്ലേ? ഇല്ല, എനിക്ക് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവുമില്ല. മറുപടി കേട്ട് പ്രാർത്ഥനാനിരതനായി സന്യാസി ആത്മകഥം ചെയ്തു. നുണ പറയാതെ ചെയ്യുന്നത് അതേപടി തുറന്നു പറയാൻ തയ്യാറുള്ള ഒരു തലമുറ എത്ര മാതൃകാപരം. ഒരാൾ എന്ത് നോക്കി നടക്കുന്നതോ അത് മാത്രമായിരിക്കും അയാളുടെ കണ്ണിൽപ്പെടുക. പുറമേയുള്ള കാഴ്ചകളല്ല ഉള്ളു മലിനമാക്കുന്നത്, ഉള്ളിലുള്ള അശുദ്ധി മലിനമായ കാഴ്ചകൾ തേടുകയാണ്. മനസ്സ് എന്തിനെ തേടുന്നോ ആ ദൃശ്യങ്ങളിൽ അത് ഉടക്കി നിൽക്കും. അതുതന്നെ പലതവണ കണ്ട് കൂടുതൽ സംതൃപ്തി കണ്ടെത്തും. എന്തിനു വേണ്ടിയാണോ ഒന്നിൽ കണ്ണുവയ്ക്കുന്നത് അത് തന്നെയായിരിക്കും അയാൾ കണ്ടെത്തുക. തേനീച്ചകൾ പൂവിലെ തേൻ മാത്രം തേടുമ്പോൾ ക്ഷുദ്രജീവികൾ പൂവിനെ തന്നെ ഇല്ലാതാക്കും. കാഴ്ച വിശുദ്ധമാകണമെങ്കിൽ കണ്ണട മാറിയാൽ പോരാ, മനസ്സിൻ്റെ അറകളും കൂടി ശുദ്ധമാകണം. അപരൻ്റെ തെറ്റ് കണ്ടുപിടിക്കുന്നതാണ് പലരുടെയും വിനോദം. അന്യൻ്റെ കുറ്റം വിറ്റ് ജീവിക്കുന്നത് തൊഴിലാക്കിയവരുമുണ്ട്. സ്വന്തം പിഴവുകൾ മറയ്ക്കാൻ അവർ അന്യരുടെ തെറ്റുകൾ പരിചയമായി ഉപയോഗിക്കും. തെറ്റുകളുടെ താരതമ്യം നടത്തി സ്വന്തം തെറ്റുകളെ ലഘൂകരിച്ച് അതിൻ്റെ മറയിലിരുന്ന് അപരനെതിരെ ഒളിയമ്പുകൾ അയ്യും. ഒരു തെറ്റ് ചെയ്യുന്നയാളെ തിരുത്തുന്നതിനുള്ള എളുപ്പമാർഗം പരസ്യമായി അയാളെ ശിക്ഷിക്കുന്നതിനേക്കാൾ അയാളുടെ 10 നന്മകളെ പരസ്യപ്പെടുത്തുന്നതല്ലേ?